ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് അപ്പം ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൂസിന് പഴം വാട്ടിയും കൊടുത്തു. അപ്പത്തിൻ്റെ മാവരച്ച് കുറച്ച് കമ്മിയേനെ, ഓനും കൂടെ തിന്നാണെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പഴുത്ത് നിന്നീനെ റംബുട്ടാനൊക്കെ പറിച്ചു കേട്ടോ. ഇന്നലത്തെ ചിക്കൻ ബാക്കിയുണ്ടായിനി, ഉച്ചക്ക് അത് മതിയെന്ന് വിചാരിച്ച് ചോറ് വെച്ചില്ല. കുറച്ച് ചോറ് മിയാമിയെന്ന് റൈസ് മാത്രം വാങ്ങിയേക്കേൻ കേട്ടോ. അപ്പൂസിൻ്റെ കഞ്ഞൂടി കഴിഞ്ഞ് ഉറക്കിയിട്ടേ ഇക്ക പുറത്തേക്ക് ഇറങ്ങി. ആകെ വാർപ്പിൻ്റെ പുറത്ത് കൂടെയൊക്കെ ഉച്ച കെട്ടി വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലം വരുന്നതിൻ്റെ മുന്നേ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇക്ക ചെയ്യണ പോലെ തന്നെ അപ്പൂസ് ഓരോന്ന് ചെയ്തിരിക്കുക കേട്ടോ. വൈകുന്നേരം ആവാനായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇക്കാൻ്റെ സ്പെഷ്യൽ ചായ കേട്ടോ. സാധാരണ ഞാൻ പാലിക്ക് പൊടിയാണ് ഇടല്. ഇവിടെ ഒരാൾ ചായ വേറെ പാല് വേറെ ഒക്കെ ആക്കി എന്തൊക്കെയാണ് കാട്ടുണ്ട്. ആകുമ്പോൾ വിളിച്ചു പറഞ്ഞു. ഞാൻ ഹാളിൽ വന്ന് നേർന്ന് കടന്നു കേട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇക്ക പോയി. ഞാൻ ചോറ് തിന്നേനി കേട്ടോ. അതായത് വൈകുന്നേരം വീണ്ടും ഒരു ചോറ് തിന്നലുണ്ട് എനിക്ക് വിശക്കുമ്പോൾ. അങ്ങനെ തിന്നണേൻ്റെ ഇടക്കാണ് ഉമ്മ വിളിച്ചങ്ങാണ്ട് ഇവിടെ വന്നോക്കാം എന്നെ ചോദിച്ച് 2 ആൾക്കാർ ഇവിടെ വന്നിക്കണതാണ്. അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഇന്നെ ചോദിച്ചാൽ അവിടേക്കല്ലല്ലോ ഉമ്മ വരണ്ടേ, ഇവിടേക്കല്ലേ പറഞ്ഞു. ഞാൻ എന്താ വിചാരിച്ചിരിക്കണേ, എന്താ മൂത്താപ്പാൻ്റെ റൂബിയൊക്കെ വന്ന് വെറുതെ എന്നെ കളിയാക്കി വിളിച്ചാണ് കരുതിങ്ങാണ്ട് ഞാൻ ഉമ്മ ഓരോന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് പിന്നെയാണ് ഉമ്മ പറഞ്ഞത് സീനിയാണ് വന്നിക്കണെന്നുള്ളത്. അതായത് ഇക്കാൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. ഒരു സർപ്രൈസ് ആയിട്ട് വന്നേക്ക. ഒരു ഇന്നലെ വരെ വീട്ടിലേക്ക് വന്നീനി, ഇന്ന് ഇങ്ങോട്ട് ഈവനിങ്ങിൽ വന്നേക്കാട്ടോ. പെട്ടെന്ന് കേട്ടപ്പോൾ അന്തം വിട്ട്. 14-ാം തീയതിയാണ് ഓല് വരും. ഞങ്ങൾ നേരെ പോയി, ഞാനും അപ്പൂസും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായപ്പോൾ ഉമ്മ പറഞ്ഞു ഇപ്പം തന്നെ പെട്ടി വിളിച്ചാൽ കുട്ടിയാക്കില്ലതൊക്കെ ഇപ്പം തന്നെ അതിന് എടുത്തു കൊടുക്കാറ്. എല്ലാവർക്കും സാധനം ഉണ്ട്. അത് എല്ലാ കുറിയും വരുമ്പോഴും അങ്ങനെ തന്നെ ആയിക്കാരട്ടോ. എനിക്കത് പെരും ഗതിയാണ്. കാരണം ഇമ്മ എന്നിട്ട് എല്ലാവർക്കും എല്ലാം ഓരൊക്കെ ചെയ്യും. എനിക്ക് മാക്സിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്നിട്ട് ഗതിയാണ്. നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കാൻ നമ്മളെ അടുത്ത് ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങോട്ട് ഒന്നായിട്ട് കൊടുന്നേരും. അപ്പം ഞാൻ ഉമ്മാനോട് അത് മതി പറയുമ്പോൾ ഉമ്മ ചീത്താറ്, ജി പുറമക്കാരെ മാതിരി വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടോ പറഞ്ഞങ്ങാണ്ട്. ഓല് സ്നേഹത്തോടെ കൊണ്ടുവരുന്നതാണ്. എന്നാലും എനിക്കൊരു ഗതികേടാണ് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഒഴിവുണ്ടായിരുന്ന സമയത്തൊക്കെ അച്ചാറിട്ട് കൊടുത്തിന്. ഇപ്പം എനിക്ക് അതിനും ഒഴിവുണ്ടാകും. ഓർമ്മയൊന്നുമല്ല, അവനാൻ്റെ ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഓല് കണക്കില്ലാതെ കൊണ്ടുവരുന്നത്. പക്ഷെ നമുക്ക് തിരിച്ചങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റൂലേ എന്നുള്ളൊരു ഗതികേടാണ്. നോക്കി ഇത്രയും മുട്ടായി എനിക്ക് കിട്ടിയിട്ടുണ്ടോ. ഇക്കാക്കില്ലത് ഞാൻ അപ്പം തന്നെ ഓരിച്ചു, ഇല്ലെങ്കിൽ ഞാൻ മുഴുവൻ തിന്ന് കഴിച്ചിട്ടോ. അപ്പൂസിൻ്റെ കാറൊക്കെ അവിടെ പണിയൊരിക്കൽ തുടങ്ങിയിരിക്കണ്. ഇക്കൊന്ന് വരാൻ വേഗം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കിടക്കുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് വീണ്ടും